മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത ബേലൂർ മഖ്നെ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം രാവിലെയും പുനരാരംഭിക്കും. കുറ്റിക്കാടും മറ്റൊരു മോഴയുടെ സാന്നിധ്യവുമാണ് മയക്കുവെടിവെക്കാൻ തടസ്സമായത്. പ്രാദേശിക വാച്ചർമാരെ കൂടി ട്രാക്കിംഗിന് ഉൾപ്പെടുത്തിയാകും ദൗത്യം പുനരാരംഭിക്കുക. രാവിലെ 5 മണിയോടെയാണ് 4ാം ദിനം ദൗത്യം തുടങ്ങിയത്. വനം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ ആനയുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു മോഴയുടെ സാന്നിധ്യമാണ് മയക്കുവെടിവെക്കുന്നതിന് തടസ്സമായത്. 2 ആൾ പൊക്കത്തിലുള്ള കുറ്റിക്കാടും തടസ്സം സൃഷ്ടിച്ചു. 11:30-നും 4 മണിക്കും ദൗത്യസംഘം ആനയുടെ 50 മീറ്ററോളം അടുത്തെത്തി. ആന വേഗത്തിൽ നടന്നു നീങ്ങിയതോടെ ദൗത്യം പരാജയപ്പെട്ടു. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യം വനം വകുപ്പ് പുറത്തുവിട്ടു. കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി സഞ്ചരിക്കുന്നതും മയക്കുവെടിവെക്കാനുള്ള ശ്രമങ്ങളെ ബാധിച്ചു. പ്രാദേശിക വാച്ചർമാരെയും ട്രാക്കിങ്ങിന് ഉപയോഗിക്കും. രാത്രിയും RRT സംഘം നിരീക്ഷണം തുടരും. ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂട് മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ബേലൂരിൽ നിന്ന് 12 ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നത്. കൈരളി ന്യൂസ്, വയനാട്.